പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ കയറി കളിക്കാൻ നിൽക്കരുത്. അങ്ങനെ കളിച്ചാൽ അത് ലോകത്തെ കോടികൾ സമ്പാദിക്കുന്ന ഭീമൻ കമ്പനിയായാലും ഇന്ത്യയുടെ ഭരണാധികാരിയുടെയും ശക്തമായ മുന്നിൽ മുട്ടുകുത്തിയിരിക്കും. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ കണ്ട ഒരു വലിയ സംഭവമുണ്ട്. രാജ്യത്തെ നടുക്കിയ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പങ്കുവെച്ച ഒരു സെൽഫി വീഡിയോ അത് ഫേസ്ബുക്കിൽ നിന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി. സംഭവം പുകഞ്ഞു കത്തി സോഷ്യൽ മീഡിയ ആകെ ഇളകി മറിഞ്ഞു. ഒടുവിൽ അമേരിക്കൻ ടെക് ഭീമനായ മെറ്റയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു, ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? മെറ്റയുടെ ഏതുടായ്പ വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്? നമ്മൾ ഇന്ന് അതാണ് പരിശോധിക്കാൻ പോകുന്നത്. കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പരിശോധിക്കാം. ജൂലൈ 23-നാണ് സംഭവം നടക്കുന്നത്. നീറ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ ഒരു സന്ദേശവും ഭാവിയിൽ ഇത്തരം പേപ്പർ ചോർച്ചകൾ കർശനമായി തടയുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് മോദിജി ഒരു സെൽഫി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. രാജ്യത്തെ കോടിക്കണക്കിന് യുവജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്നാണ് ആ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ആ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നും കുറച്ചു നേരത്തേക്ക് അപ്രതീക്ഷിതമായി. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തതുപോലെ അതേ മാതൃകയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീഡിയോയും മെറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ നേതാവിനെതിരെ മെറ്റ കാണിച്ച ഈ തികഞ്ഞ ധാർഷ്ട്യം ആരും പെട്ടെന്ന് വിഴുങ്ങാൻ തയ്യാറായില്ല. കൈതട്ടി ഡിലീറ്റ് ആയതാണോ അതോ ബോധപൂർവം ചെയ്തതാണോ? സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോസ്റ്റിൽ തൊട്ട് കളിച്ചാൽ അതിന്റെ വില എന്തായിരിക്കുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സംഭവം ചൂടോടെ വലിയ വിവാദമായി മാറിയതോടെ വൻ സാമ്പത്തിക നിയമ നടപടികൾ ഭയന്ന് മെറ്റ ഒടുവിൽ വാലിന്മേൽ തീ പിടിച്ചതുപോലെ ചാടി വീണു. അവർ വിശദീകരണവുമായി എത്തി. എന്താണ് മെറ്റ പറഞ്ഞതെന്ന് കേൾക്കണം. AI ഫിൽട്ടറുകൾക്ക് സംഭവിച്ച സാങ്കേതിക തകരാറ് കാരണം അബദ്ധത്തിൽ നീക്കം ചെയ്യപ്പെട്ടതാണ് പോലും. മനസ്സിലായ ഉടൻ തന്നെ അത് തിരികെ സ്ഥാപിച്ചെന്നും കേന്ദ്ര സർക്കാരിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നുമായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ നമ്മുടെ കേന്ദ്ര IT മന്ത്രാലയം ഈ പച്ചക്കള്ളമടങ്ങിയ വിശദീകരണം ഒറ്റയടിക്ക് തള്ളി. രാജ്യത്തിന്റെ ഭരണത്തലവന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ കയറി ഇത്തരം കളി കളിച്ചിട്ട് അതൊരു സാങ്കേതിക പിഴവാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാമെന്ന് മെറ്റ കരുതേണ്ടതില്ല. മോദിജി ഭരിക്കുന്ന ഇന്ത്യയാണിത്. ഇവിടെ ആരുടെയും ഔദാര്യത്തിനല്ല നിൽക്കുന്നത്. ഉടൻ തന്നെ മെറ്റയുടെ ഗ്ലോബൽ പബ്ലിക് പോളിസി മേധാവിയെ ഇന്ത്യയിലേക്ക്, അതായത് നേരിട്ട് മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി കണക്കുകൾ ചോദിച്ചു. ഇനി മുതൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖരുടെ അക്കൗണ്ടുകൾ AI സിസ്റ്റങ്ങൾക്ക് മാത്രം വിട്ടു നൽകില്ലെന്നും കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്നും മെറ്റയ്ക്ക് രേഖാമൂലം ഉറപ്പു നൽകേണ്ടി വന്നു. ഇതിനെയാണ് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ അമേരിക്കൻ കമ്പനികളെയൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്ന്. അവർക്കുള്ള കൃത്യമായ മറുപടി ഇതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വെറും ഒരു വിപണിയല്ല. മെറ്റയെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവർണ പക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മെറ്റയ്ക്ക് ഇന്ത്യയിൽ ഏകദേശം 50 കോടി വാട്സപ്പ് യൂസർമാരുണ്ട്, 40 കോടി ഫേസ്ബുക്ക് യൂസർമാരുണ്ട്, 35 കോടിയിലധികം ഇൻസ്റ്റഗ്രാം യൂസർമാരുണ്ട്. ലോകത്തെ മെറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കും. അമേരിക്കയേക്കാൾ ഒരു യൂസറിൽ നിന്നുള്ള വരുമാനം കുറവാണെങ്കിലും ഭാവി വളർച്ചയ്ക്ക് മെറ്റയ്ക്ക് ഇന്ത്യ ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത പദവിയെ അപമാനിക്കാൻ നോക്കിയാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്ന് മെറ്റയ്ക്ക് ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. IT ആക്ട് 2000 IT റൂൾസ് 2021 പ്രകാരം ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയാമോ? സമൻസും നേരിട്ടുള്ള ചോദ്യം ചെയ്യലും. ഇപ്പോൾ ചെയ്തതുപോലെ ഗ്ലോബൽ മേധാവികളെ നേരിട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാം. സേഫ് ഹാർബർ പരിരക്ഷ എടുത്തുകളയാം. സെക്ഷൻ 79 പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നൽകുന്ന സംരക്ഷണം റദ്ദാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാം. അങ്ങനെ വന്നാൽ യൂസർമാർ ചെയ്യുന്ന പോസ്റ്റുകൾക്ക് പോലും കമ്പനികൾ നേരിട്ട് കോടതിയിൽ മറുപടി പറയേണ്ടി വരും. കർശനമായ പിഴകളും ക്രിമിനൽ നടപടികളും. നിയമം പാലിച്ചില്ലെങ്കിൽ പുതിയ BNS നിയമങ്ങളും IT ആക്ടും പ്രകാരം കമ്പനിക്കെതിരെയും ഉത്തരവാദികൾക്കെതിരെയും പ്രോസിക്യൂഷനും ജയിൽ ശിക്ഷ വരെ ഉറപ്പാക്കാനും സർക്കാരിന് സാധിക്കും. ചിലപ്പോഴെങ്കിലും ആളുകൾ സംശയിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ മെറ്റ ഇന്ത്യയിലെ പ്രവർത്തനം മുഴുവൻ നിർത്തി തിരിച്ചു പോയാൽ എന്തു ചെയ്യുമെന്ന്. അതൊരു പ്രായോഗികമായ ചോദ്യമാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഒരു പ്രൈവറ്റ് കമ്പനി എന്ന നിലയിൽ ടിക്ടോക്ക് ചെയ്തതുപോലെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ മെറ്റയ്ക്ക് സ്വയം ഇറങ്ങിപ്പോകാൻ പറ്റുമോ? പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമായിരിക്കും മെറ്റയ്ക്ക് ഉണ്ടാകുന്നത്. അവരുടെ ആഗോള സാമ്രാജ്യത്വത്തിന്റെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമായിരിക്കും അത്.
മറുവശത്ത് സർക്കാരിന് ഇവരെ പൂർണ്ണമായി ബാൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. IT ആക്ട് സെക്ഷൻ 69A പ്രകാരം ദേശസുരക്ഷയും പൊതുക്രമവും മുൻനിർത്തി ഏത് ആപ്പും വെബ്സൈറ്റും നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ചൈനീസ് ആപ്പുകൾക്കെതിരെ അത് ചെയ്ത് കാണിച്ചതുമാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു ബിഗ് ടെക് കമ്പനിയായ പെട്ടെന്ന് ബാൻ ചെയ്യുന്നത് വലിയ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ടാണ് സർക്കാർ സംയോജിതമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബാൻ ചെയ്യുന്നതിന് പകരം പിഴകൾ ചുമത്തിയും സേഫ് ഹാർബർ പരിരക്ഷ എടുത്തു കളയുമെന്ന ഭീഷണി മുഴക്കിയും ദിവസവും വിളിച്ചു വരുത്തി വിശദീകരണമാകിയുമുള്ള കടുത്ത സമ്മർദ്ദ തന്ത്രമാണ് മോദി സർക്കാർ ഇവിടെ ഇപ്പോൾ പയറ്റുന്നത്. ഇതാണ് യഥാർത്ഥ ഭരണമികവ്. പ്രേക്ഷകരെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് വെറുമൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമല്ല. ഇന്ത്യയുടെ ഡിജിറ്റൽ പരമാധികാരം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സന്ദർഭമാണിത്. പഴയകാല ഇന്ത്യ അല്ലേ ഇത്? വിദേശത്ത് നിന്ന് ഏത് വലിയ കമ്പനി വന്ന് ഞങ്ങളുടെ രാജ്യത്ത് ബിസിനസ് ചെയ്താലും അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെയും ഭരണഘടനാ പദവികളെയും വെല്ലുവിളിച്ചാൽ ആരെയും വെറുതെ വിടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് മോദി സർക്കാർ ഇതിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റും. ഇത് ഇന്ത്യയുടെ നട്ടെല്ല് നിവർന്നുള്ള ഒരു ഭരണമാണ്. അതിന്റെ തെളിവാണ് മോദി സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് തന്നെ പറയാം. ഈ സംഭവത്തിന് ശേഷം കേന്ദ്ര IT മന്ത്രാലയം ഒന്നിനും തയ്യാറല്ല. വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. VIP അക്കൗണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പ്രോട്ടോകോളുകൾ വരുന്നു. ഇനി മുതൽ AI സിസ്റ്റങ്ങളെ മാത്രം വിശ്വസിച്ച് പ്ലാറ്റ്ഫോമുകൾക്ക് കൈകഴുകി പോകാൻ സാധിക്കില്ല. കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച ശേഷമേ ഇത്തരം അക്കൗണ്ടുകളിൽ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പാടുള്ളൂ എന്ന കർശന നിബന്ധന ഇതിനകം തന്നെ മെറ്റയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇതാണ് മോദി സർക്കാരിന്റെ ശൈലി. തെറ്റ് ചെയ്താൽ ഉടൻ തിരുത്തുക, വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കുക. വിദേശ ശക്തികളുടെ മുന്നിൽ തലകുനിക്കാത്ത ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. സുഹൃത്തുക്കളെ, ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് അറിയാമോ? അമേരിക്ക ആസ്ഥാനമായുള്ള ഈ ഡിജിറ്റൽ ഭീമന്മാർക്ക് ഇന്ത്യ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണിത്. ഇന്നത്തെ ഇന്ത്യ എന്നത് ആരുടെയും മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന രാജ്യമല്ല. ചോദ്യം ചെയ്യാതെ എല്ലാം അനുസരിക്കുന്ന വിപണിയുമല്ല. സ്വന്തം പരമാധികാരത്തിന് മേൽ ആര് കൈവച്ചാലും അത് ടെക് ഭീമന്മാരായാലും ശരി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന ഇച്ഛാശക്തിയാണ് മോദി സർക്കാർ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതോ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നതോ ആയ നിർണായക വിവരങ്ങൾ ഇത്തരത്തിലൂടെ AI ഫിൽറ്ററുകളുടെയും ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളുടെയും പേരിൽ ഇവർ തടഞ്ഞു വെച്ചാലോ, അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണാധികാരികളുടെ ശബ്ദം മൂടിക്കെട്ടാൻ ശ്രമിച്ചാലോ, അത് രാജ്യത്തിന് വരുത്തിവെക്കുന്ന വിപത്ത് എത്ര വലുതായിരിക്കും. അതുകൊണ്ടാണ് ഈ ചെറിയ വിഷയം പോലും സർക്കാർ ഇത്രയധികം ഗൗരവത്തോടെ എടുത്തത്. ഇത് വെറുമൊരു പ്രശ്നമല്ല, മറിച്ച് ഡിജിറ്റൽ ഭാവിയെയും സുരക്ഷയും മുൻനിർത്തി ഭാവിയിലേക്കുള്ള ശക്തമായ ഒരു അടിത്തറ തന്നെയാണ്. അപ്പോൾ മോദി സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.